ബോളിവുഡ് അനേകം താരയുദ്ധങ്ങൾക്ക് വേദിയായ ഇൻഡസ്ട്രിയാണ്. എന്നാൽ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ഒരിക്കലും സുഹൃത്തുക്കളായി തുടരാൻ കഴിയില്ലെന്ന വിശ്വാസത്തിന് എന്നും അടിവരയിട്ടത് സമകാലികരായ ഷാറൂഖ് ഖാന്റെയും അമീർ ഖാന്റെയും വർഷങ്ങൾ നീണ്ടുനിന്ന ശീതസമരമാണ്. റൊമാൻറ്റിക് ചിത്രങ്ങളിലൂടെ ജനകീയനായി മാറിയ കിങ് ഖാനും വ്യത്യസ്തതയിലൂടെ സിനിമാ പ്രേമികളുടെ മതിപ്പ് നേടിയ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റും ഇപ്പോഴും ശത്രുക്കളാണ്. മുൻപൊരിക്കൽ ഷാറൂഖിന് തന്നോടൊപ്പം അഭിനയിക്കാൻ ഭയമാണെന്ന് വരെ അമീർ അവകാശപ്പെടുകയുണ്ടായിരുന്നു. 2008 ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അമീർ ഖാൻ നായകനായ ഗജിനിയും ഷാറൂഖ് ഖാന്റെ റബ്നെ ബനാദി ജോഡിയും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. തന്റെ സ്വപ്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ കിങ് ഖാനെതിരെ പരസ്യമായി രംഗത്ത് വന്ന് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് പ്രേക്ഷകരെയും മാധ്യമങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കുകയായിരുന്നു. ബോളിവുഡിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് താനാണെന്ന ഷാറൂഖിന്റെ അവകാശവാദത്തിന് മറുപടി പറയുകയായിരുന്നു അമീർ. SRKയുടെ പ്രഖ്യാപനം ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഗജിനി നായകൻ ഷാറൂഖ് തന്നോടൊപ്പം അഭിനയിക്കാൻ ഭയക്കുന്നു എന്നായിരുന്നു തുറന്നടിച്ചത്. തന്നോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഷാറൂഖ് ഖാനോട് താൻ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഓഫർ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. സത്യത്തിൽ ഷാറൂഖിന് തനിക്കൊപ്പം അഭിനയിക്കാൻ ഭയമാണ്. എന്നാൽ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റിന് മറുപടിയുമായി വന്ന കിങ് ഖാൻ ഫാൻസ് അമീർ എല്ലാ കാലത്തും ഷാറൂഖിന്റെ വളർച്ചയിൽ അസ്വസ്ഥനായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷാറൂഖ് മികച്ച നടനുള്ള അവാർഡുകൾ തുടർച്ചയായി നേടാൻ തുടങ്ങിയതോടെ അമീർ ഫിലിം അവാർഡ് ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കാൻ പോലും തുടങ്ങിയെന്നാണ് അവർ ആരോപിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഷാറൂഖ് ഖാൻ അമീർ ഖാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരുന്നു. എല്ലാ വിഷയത്തിലും നർമ്മം കലർന്ന മറുപടികൾ നൽകുന്ന ഖാൻ പക്ഷെ ഇത്തവണ ആ ശൈലി മാറ്റിയിരുന്നു. അമീറിനെ ഞാൻ ഒരിക്കലും വിമർശിക്കാറില്ല. നിങ്ങൾ മാധ്യമങ്ങളാണ് ഇത്തരം തമാശകൾ വലുതാക്കി വഷളാക്കുന്നത്. ഞാനത് കാര്യമാക്കാറില്ല. എന്നാൽ ചില സമയത്ത് അമീറോ മറ്റുള്ളവരോ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാറുണ്ട്. അത്തരം അവസരങ്ങളിൽ താൻ അത് കാര്യമാക്കി എടുത്താൽ അവരോട് നേരിട്ട് സംസാരിക്കുമെന്നായിരുന്നു ഷാറൂഖ് ഖാൻ പറഞ്ഞത്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് പഴയ ശീതസമരമൊക്കെ മറന്ന് അഭ്യൂഹകാംക്ഷികളായി മാറിയിരിക്കുകയാണ് അമീർ ഖാനും ഷാറൂഖ് ഖാനും. ഇതിന് പിന്നിൽ ഇരുവരുടെയും സുഹൃത്തും സമകാലീനുമായ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ വലിയ പങ്കുണ്ട്. അടുത്തിടെ നടത്തിയ അഭിമുഖങ്ങളിൽ തങ്ങൾ വലിയ സുഹൃത്തുക്കളല്ലെങ്കിലും പരസ്പരം ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് അമീർ പറഞ്ഞത്. ഈദ് ഉൾപ്പെടെ പല വിശേഷ അവസരങ്ങളിലും ഷാറൂഖ് ഖാനും അമീർ ഖാനും ഇരുവരുടെയും കുടുംബങ്ങളും സൽമാൻ ഖാന്റെ വസതിയിൽ ഒത്തുകൂടുന്നത് ഇന്ന് പതിവാണ്. എന്തായാലും സൂപ്പർ താരങ്ങളുടെ ഈ പുതിയ മാറ്റത്തിൽ ആശ്വസിക്കുകയാണ് ആരാധകരും ബോളിവുഡ് സിനിമാ പ്രേമികളും. അതേസമയം ഒരു സിനിമയുടെ ബജറ്റിന്റെ 30 തൊട്ട് 40% വരെ സൂപ്പർ താരങ്ങളുടെ പ്രതിഫലമെന്ന നിർമ്മാതാക്കളുടെ പേടി സ്വപ്നത്തിൽ നിന്ന് ബോളിവുഡ് കരകയറാൻ പോവുകയാണെന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ട്. സൂപ്പർ താരങ്ങൾ തങ്ങളുടെ പ്രതിഫലം വൻതോതിൽ ഉയർത്തുകയും ആർക്കും പിടികിട്ടാത്ത വിധം ബോളിവുഡിന്റെ ബജറ്റുകൾ കുതിക്കുകയുമായിരുന്നു. എന്നാൽ പ്രാദേശിക ചിത്രങ്ങളുടെ അസാമാന്യ പ്രകടനം കൊണ്ടോ അതോ ബോളിവുഡിന്റെ കഥയില്ലായ്മ കൊണ്ടോ എന്നറിയില്ല, മിക്ക ചിത്രങ്ങളും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയുമായിരുന്നു ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി നേരിട്ട് കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും എല്ലാം തങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ നിർമ്മാതാവായ സിദ്ധാർത്ഥ് റോയ് കപൂർ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പ്രതിഫലം കുറച്ചുവെങ്കിലും ലാഭവിഹിതം ആവശ്യപ്പെടുന്നുവെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. എങ്കിലും ഈ നിലപാട് സ്വാഗതാർഹമാണെന്നും നിർമ്മാതാക്കൾക്ക് ബജറ്റ് മാനേജ് ചെയ്യാൻ എളുപ്പമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ചിത്രം പരാജയപ്പെട്ടാലും സൂപ്പർ താരങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സേഫ് ആയിരിക്കുമെന്ന നേരത്തെയുള്ള അവസ്ഥ മാറുന്നത് ബോളിവുഡിന് നല്ലതാണെന്നാണ് വ്യവസായ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നത്.